നമസ്കാരമുണ്ട്. നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ഹാഫ് ദ വോയേജ് ഈസ് കംപ്ലീറ്റഡ് ആൻഡ് എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ് ആർ ഫോർ ദ ഹോൾ വോയേജ്. അതായത് ഒരു വോയേജ്, ഒരു വൺ കംപ്ലീറ്റ് വോയേജിൻ്റെ എക്സ്പെൻസുകൾ ഇൻകവുമാണ് തന്നിരിക്കുന്നത്. പക്ഷേങ്കിൽ നമ്മളുടെ ഷിപ്പിൻ്റെ യാത്ര പൂർണ്ണമായിട്ടില്ല. അത് തിരിച്ചുള്ള യാത്രയുടെ പകുതി ഭാഗമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനെയാണ് ഹാഫ് വോയേജ് അല്ലെങ്കിൽ എന്താ പറയുക വോയേജ് ഇൻ പ്രോഗ്രസ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റഡ് വോയേജ് എന്നൊക്കെ നമ്മളതിനെ പറയുന്നത്. അപ്പോൾ ജലധാര എന്ന് പറഞ്ഞ ഷിപ്പ് അതിൻ്റെ യാത്ര ആരംഭിച്ചിരിക്കുന്ന കൊച്ചിയിൽ നിന്ന് കൊൽക്കത്തയിലേക്കാണ്. മാർച്ച് 1 ആരംഭിച്ചു. പക്ഷേങ്കിൽ നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നത് മാർച്ച് 31. പക്ഷേ മാർച്ച് 31 പോലും ഷിപ്പ് എവിടെ എത്തിച്ചേർന്നില്ല, തിരിച്ച് കൊച്ചിയിലേക്ക് എത്തിച്ചേർന്നില്ല. അപ്പോൾ ഷിപ്പ് അതിൻ്റെ റിട്ടേൺ ജേർണിയിലാണ്. കണ്ടിന്യൂസ്ലി അതിൻ്റെ ജേർണി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേങ്കിൽ നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമുക്ക് എന്ത് ചെയ്യണം, മാർച്ച് 31 നമുക്ക് എന്ത് ചെയ്യണം, അത് ക്ലോസ് ചെയ്യണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വേജസ്, ഹാർബർ ചാർജസ്, ഡീസൽ, ഡിപ്രീസിയേഷൻ ഫോർ ദ പീരീഡ്, ഇതിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വരും. ജനറൽ എക്സ്പെൻസസ്, ഇൻഷുറൻസ് ഓഫ് ദ ഷിപ്പ്, ഫ്രൈറ്റ് ഔട്ട്വേർഡ്, ഫ്രൈറ്റ് ഏൺഡ്. അപ്പോൾ ഫ്രൈറ്റ് ഔട്ട്വേർഡ് ഏൺഡും ഒക്കെ നമ്മുടെ എന്താണ്, ഇൻകമാണ്. ബാക്കിയെല്ലാം നമ്മളുടെ എക്സ്പെൻസുകളാണ്. പിന്നീടാണ് പ്രൈമേജ്, അതുപോലെ അഡ്രസ് കമ്മീഷൻ. ഔട്ട്വേർഡ് ജേർണിക്ക് 5%, ഇൻവേർഡ് ജേർണിക്ക് 4%. ഇതൊക്കെ നമ്മളുടെ പ്രൈമേജ് നമ്മളുടെ ഇൻകമാണ്. അഡ്രസ് കമ്മീഷൻ ഈ പറയുന്നതൊക്കെ നമ്മളുടെ എക്സ്പെൻസ് ആണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട വോയേജ് അക്കൗണ്ട് ആണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ വോയേജ് അക്കൗണ്ട് തയ്യാറാക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വർക്കിംഗ് നോട്ടായിട്ട് ചില കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യാനുണ്ട്. അടുത്താണ് ജലധാര. നോക്കിക്കേ, അപ്പോൾ ഒന്നുകൂടെ ഞാൻ ക്വസ്റ്റ്യൻ പറയുവാണ്. ജലധാര എന്ന് പറഞ്ഞ ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊച്ചിയിൽ നിന്നാണ്. അത് കൊൽക്കത്തയിലേക്കാണ് സാധനമായിട്ട് പോകുന്നത്. മാർച്ച് 1 അവർ യാത്ര തിരിക്കുന്നത്. പക്ഷേങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് മാർച്ച് 31. അപ്പോൾ മാർച്ച് 31 പോകില്ലും നമ്മളുടെ ഷിപ്പ് കൊൽക്കത്തയിൽ നിന്ന് തിരിച്ച് കൊച്ചിയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ദാറ്റ് മീൻസ് കൊൽക്കത്തയിൽ നിന്ന് തിരിച്ച് കൊച്ചിയിലേക്ക് വരുന്ന ആ ജേർണിയുടെ ഏതെങ്കിലും പകുതി ഭാഗമേ ആയിട്ടുള്ളൂ. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, വൺ കംപ്ലീറ്റ് ജേർണി അല്ലെങ്കിൽ വൺ കംപ്ലീറ്റ് വോയേജ് എന്ന് പറയുന്നത് കംപ്ലീറ്റഡ് ഔട്ട്വേർഡ് ജേർണി പ്ലസ് ഇൻവേർഡ് ജേർണി. ഔട്ട്വേർഡ് ജേർണിയും ഇൻവേർഡ് ജേർണിയും കൂടെ പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനെ വൺ കംപ്ലീറ്റ് ജേർണി എന്ന് പറയത്തുള്ളൂ. സപ്പോസ് വൺ കംപ്ലീറ്റ് ജേർണി നമ്മൾ 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഔട്ട്വേർഡ് ജേർണി എന്ന് പറയുന്നത് ഹാഫാണ്, ഇൻവേർഡ് ജേർണി എന്താണ്, ഹാഫാണ്. അപ്പം നമ്മളുടെ ഈ ക്വസ്റ്റിനകത്ത് ഔട്ട്വേർഡ് ജേർണി മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ, ഇൻവേർഡ് ജേർണി കംപ്ലീറ്റ് ആയിട്ടില്ല. ദാറ്റ് മീൻസ് ഇൻ പ്രോഗ്രസ് ആണ് അല്ലെങ്കിൽ നോട്ട് കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഓൺലി ഔട്ട്വേർഡ് ജേർണി ഈസ് കംപ്ലീറ്റഡ്, അതായത് ഔട്ട്വേർഡ് ജേർണി മാത്രമാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എക്സ്പെൻസ്, അതായത് വോയേജ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന എക്സ്പെൻസുകളുടെ എല്ലാം ഹാഫ്, ദാറ്റ് മീൻസ് ഹാഫ് മാത്രമേ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അടുത്ത ഇൻവേർഡ് ജേർണിയുടെ ഹാഫ് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഈ ഇൻവേർഡ് ജേർണിയുമായി ബന്ധപ്പെട്ട് അപ്പോൾ ചിലവുകൾ എന്ന് പറഞ്ഞാൽ എൻറ്റയർ വോയേജിൻ്റെ എക്സ്പെൻസുകളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആ എക്സ്പെൻസിൻ്റെ ഹാഫ്, ഇൻവേർഡ് ജേർണി കംപ്ലീറ്റ് ആയില്ലല്ലോ, അപ്പോൾ അതിൻ്റെ ഹാഫ് നമ്മൾ വോയേജ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് വോയേജ് ഇൻ പ്രോഗ്രസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ആ എമൗണ്ട് എഴുതും. എന്തിനാ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ, തന്നിരിക്കുന്ന എക്സ്പെൻസുകളെല്ലാം എൻറ്റയർ വോയേജുമായി ബന്ധപ്പെട്ടതാണ്. തന്നിരിക്കുന്ന എക്സ്പെൻസുകളെല്ലാം വൺ കംപ്ലീറ്റഡ് വോയേജുമായി ബന്ധപ്പെട്ടവയാണ്. അപ്പോൾ അത്രയും എക്സ്പെൻസുകൾ നമ്മൾ കാണിക്കുമ്പോഴത്തേനും മാർച്ച് 31 നമുക്ക് കറക്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറിയാൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കംപ്ലീറ്റഡ് അല്ലാത്ത വോയേജിൻ്റെ എക്സ്പെൻസുകളെല്ലാം നമ്മൾ അടുത്ത വർഷത്തേക്ക് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യും, അല്ലെങ്കിൽ അടുത്ത വോയേജിലേക്ക്. അപ്പോൾ വോയേജ് എപ്പോഴാണോ കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോഴേക്ക് മാത്രമേ നമ്മൾ ഈ ഹാഫ് കൺസിഡർ ചെയ്യത്തുള്ളൂ. അതുവരെ ഈ ഹാഫ് കൺസിഡർ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് എല്ലാ ടോട്ടൽ എക്സ്പെൻസുകൾ കണ്ടുപിടിക്കുക, ടോട്ടൽ എക്സ്പെൻസിന് ഹാഫ് എടുത്തിട്ട് നമ്മൾ ഈ പറയുന്ന വോയേജ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ ഇൻകത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നിരിക്കുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ വൺ കംപ്ലീറ്റഡ് വോയേജിൻ്റെ എൻറ്റയർ ഇൻകമാണ് തന്നിരിക്കുന്നത്. ആ എൻറ്റയർ ഇൻകം നമുക്ക് വോയേജ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് കാണിക്കാൻ സാധിക്കത്തില്ല. കാരണം ഇൻവേർഡ് ജേർണിയുമായി ബന്ധപ്പെട്ട് ഇൻകം കാരണം ഹാഫാണ്. അപ്പോൾ ഹാഫ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആവാത്തിടത്തോളം കാലം നമുക്കത് നമ്മുടെ വോയേജ് അക്കൗണ്ടിൽ, അതായത് മാർച്ച് 31 നമ്മൾ തയ്യാറാക്കുന്ന വോയേജ് അക്കൗണ്ടിൽ നമുക്കത് കാണിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ആ ഇൻകത്തിൻ്റെ
ഇൻകത്തിൻ്റെ ഹാഫ് എത്രയാണോ ഇൻകത്തിൻ്റെ ഹാഫ് നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, വോയേജ് ഇൻ പ്രോഗ്രസ് ക്രെഡിറ്റ് ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞ് നമ്മൾ കാണിച്ചെങ്കിൽ മാത്രമേ കറക്റ്റ് പ്രോഫിറ്റോ ലോസ് നമുക്ക് കണ്ടെത്താൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്ക് വരുവാണ്. പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ കാര്യം ശ്രദ്ധിച്ചേ, അതായത് ജലധാര കണ്ടോ, ജലധാരയുമായി ബന്ധപ്പെട്ട ആൻസറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ, അതായത് വോയേജ് അക്കൗണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ വേജസ് ആൻഡ് സാലറീസ് 80,000, ഹാർബർ ചാർജസ് 1 lakh, ഡീസൽ ആൻഡ് ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ ബങ്കർ കോസ്റ്റ് ആണ് 5 lakh, ഡിപ്രീസിയേഷൻ 20,000, ജനറൽ എക്സ്പെൻസ് 24,000, ഇൻഷുറൻസ് 16,000. ഇതൊക്കെയാണ് നമ്മളുടെ എക്സ്പെൻസുകൾ. ഈ എക്സ്പെൻസുകളെല്ലാം പറഞ്ഞു വെച്ചാൽ അതായത് ഒരു വോയേജിൻ്റെ ആണ്, കംപ്ലീറ്റഡ് വോയേജിൻ്റെ എക്സ്പെൻസുകളാണ്. അപ്പോൾ ഈ എക്സ്പെൻസുകളുടെ എല്ലാം ഈ എക്സ്പെൻസുകൾ മുഴുവനായിട്ട് നമ്മളുടെ ഈ വോയേജ് അക്കൗണ്ടിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ, റെക്കോർഡ് ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല, കാരണം ഇൻകംപ്ലീറ്റ് വോയേജ് ഉള്ളത് കൊണ്ട്. അപ്പം ഈ എക്സ്പെൻസുകളുടെ എല്ലാം ഹാഫ് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്കൊരു ടോട്ടൽ എക്സ്പെൻസ് കിട്ടും. ഈ എക്സ്പെൻസുകളുടെ ഹാഫ് നമ്മൾ എവിടെ കാണിച്ചിരിക്കണം, വോയേജ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വോയേജ് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് കാണിക്കണം. അപ്പോൾ ഈ എമൗണ്ടിലേക്ക് വന്ന കാര്യം ഞാൻ പിന്നീട് ഡിസ്കസ് ചെയ്യാം. അടുത്തത് നമുക്ക് അഡ്രസ് കമ്മീഷനിലേക്ക് പോകേണ്ടതായിട്ടുള്ളതുകൊണ്ട് അഡ്രസ് കമ്മീഷൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ പറഞ്ഞ ഫ്രൈറ്റ്, അതുകൊണ്ട് ഞാൻ ഫ്രൈറ്റ് ഔട്ട്വേർഡ് ഉണ്ട് ഇൻവേർഡ് ഉണ്ട്, ഞാൻ രണ്ടായിട്ടാണ് സെപ്പറേറ്റ് ആയിട്ടാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഔട്ട്വേർഡ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 8 lakh ആണ്, അതിൻ്റെ തന്നെ പ്രൈമേഷൻ അപ്പോൾ തന്നെ ഞാൻ കണ്ടുപിടിച്ചു 80,000. അപ്പോൾ ഔട്ട്വേർഡിൻ്റെ കേസ് വരുവാണെങ്കിൽ 8,80,000. ഇൻവേർഡ് 4 lakh ആണ്, പ്രൈമേജ് 40,000 ആണ്, 4 lakhന് 10% 40,000, അതാണ് 4,40,000. പക്ഷേ ആക്ച്വലി 4,40,000 നമ്മളുടെ ഇൻകമായിട്ട് നമുക്ക് ഈ വോയേജ് അക്കൗണ്ടിൽ നമുക്ക് കാണിക്കാൻ സാധിക്കത്തില്ല, കാരണം ഈ 4,40,000 നമ്മൾ ഇതുവരെ ഏൺ ചെയ്തിട്ടില്ല, കാരണം റിട്ടേൺ ജേർണി പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഈ 4,40,000 ഇൻകംപ്ലീറ്റ് വോയേജിൻ്റെ ആണ്. 4,40,000 എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് വോയേജിൻ്റെ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന വോയേജ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വോയേജ് ഇൻ പ്രോഗ്രസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് ഈ 4,40,000 ഇവിടെ എഴുതിയിരിക്കുന്നത്. കാരണം ഇത് ഹാഫാണ്, അതായത് ഔട്ട്വേർഡ് ജേർണിയുമായി ബന്ധപ്പെട്ടതാണ്. അതുണ്ട് ഔട്ട്വേർഡ് ജേർണിയുമായി ബന്ധപ്പെട്ടതാണ് ഈ ഇൻകം, ഇൻവേർഡ് ജേർണിയുമായി ബന്ധപ്പെട്ടതാണ് ഈ ഇൻകം. ഇത് ഇതുവരെ നമ്മൾ ഏൺ ചെയ്തിട്ടില്ല, അൺഏൺഡ് ആണ്. ഏൺ ചെയ്യാത്തത്തോളം കാലം അത് നമ്മളുടെ ഇൻകമായിട്ട് നമുക്കിവിടെ വോയേജ് അക്കൗണ്ട് നമുക്ക് കാണിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എൻ്റെ ഒരു വോയേജിന് എഴുതുമെങ്കിലും ഇതിൻ്റെ ഈ ഒരു ഭാഗം എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റിൻ്റെ എഫക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളയാൻ നമുക്ക് സാധിക്കും. 40,000 നമ്മൾ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ഇനി അഡ്രസ് കമ്മീഷൻ, ഞാൻ സെപ്പറേറ്റ്ലി അഡ്രസ് കമ്മീഷൻ കണ്ടുപിടിച്ചു. അഡ്രസ് കമ്മീഷൻ സെപ്പറേറ്റ്ലി കണ്ടുപിടിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം, കാരണം ഔട്ട്വേർഡും ഇൻവേർഡും ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഔട്ട്വേർഡ് എന്ന് പറയുമ്പോൾ 8,80,000 into 5/100, ഇൻവേർഡ് എന്ന് പറയുമ്പോൾ 4,40,000 into 4/100. അപ്പോൾ ഇതാണ്